ഭദ്ര അടികിട്ടിയ ഭാഗത്തേക്ക് തിരിഞ്ഞു. അവൾക്ക് അവൾ പൊത്തിപ്പിടിച്ചു. ഞെട്ടലോടെ അനന്തനെ നോക്കി. അപ്പോഴേക്കും അവൻ നിലത്ത് കിടന്ന് പിടയുന്ന കുഞ്ഞിനെ കോരിയെടുത്തു. ഭദ്ര അനന്തൻ്റെ കയ്യിലെ കുട്ടിയെ പാവപ്പോടെ നോക്കി. അവൻ വിറയ്ക്കുന്നുണ്ട്. വായിൽ നിന്ന് നുരയും പതിയും വരുന്നുണ്ട്. അനന്തൻ വേഗം കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ദേവിൻ്റെ കയ്യിലെ താക്കോൽ വാങ്ങി നൽകി. താക്കോൽ മുറുകെ പിടിച്ചു. കുഞ്ഞിൻ്റെ പിടച്ചിൽ കുറഞ്ഞു വന്നു. ഭദ്ര വേഗം സാരി തലപ്പുകൊണ്ട് വായിലെ പതിയും നുരയും തുടച്ച് അനന്തനെ നോക്കി. അനന്തൻ കുട്ടിയെ ഭദ്രയ്ക്ക് നേരെ നീട്ടി. അവൾ കുട്ടിയെ ഇരു കൈയിലും എടുത്തു. അനന്തൻ വേഗം ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. കയറടി. അതൊരു അലർച്ചയായിരുന്നു. ഭദ്ര വേഗം കുട്ടിയെ കൊണ്ട് ബുള്ളറ്റിൻ്റെ പുറകിൽ കയറി. അനന്തൻ്റെ രക്തമയമില്ലാത്ത മുഖഭാവം അവളെ ചെറുതായി ഭയപ്പെടുത്തി. മേലെടുത്ത ഹോസ്പിറ്റലിലേക്ക് ബുള്ളറ്റ് പാഞ്ഞു. ബുള്ളറ്റ് നിർത്തിയതും ഭദ്ര വേഗം ഇറങ്ങി. അനന്തനും വേഗം ഇറങ്ങി. അവളുടെ കയ്യിൽ നിന്ന് കുട്ടിയെ വാങ്ങി അകത്തേക്ക് ഓടി. പുറകെ ഭദ്രയും. കുട്ടിയെ വേഗം ഐസിയുലേക്ക് മാറ്റിയിരുന്നു. അനന്തൻ അവിടെയുള്ള ചെയറിൽ ഇരുന്നു. ഭദ്ര എന്ത് ചെയ്യണമെന്നറിയാതെ ഭയത്തോടെ ഐസിയുവിന് നേരെ നോക്കി നിന്നു. ശങ്കര അപ്പോഴേക്കും വന്നിരുന്നു. എന്താ ഉണ്ടായേ? ശങ്കര അനന്തൻ്റെ അടുത്തിരുന്നു. ഈ കൊച്ചും വേറെ കൊച്ചും കൂടെ തല്ലുകൂടുന്നുണ്ടായിരുന്നു. അവിടെ കിടന്ന് പിടയാൻ തുടങ്ങി. അത് കണ്ട് മറ്റവനോടി. പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അനന്തൻ ഭദ്രയൊന്ന് പാളി നോക്കി. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കുട്ടിയുടെ ആൾക്കാരെ അറിയിക്കണ്ടേ? അനന്തൻ താഴേക്ക് നോക്കിയിരുന്നു. ശങ്കരൻ പിന്നെ തിരിഞ്ഞപ്പോഴാണ് ഭദ്രയെ കണ്ടത്. ആ കുട്ടിയും ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ഭദ്ര അനന്തനെ പാളി നോക്കിക്കൊണ്ട് ഒന്ന് മൂളി. അയ്യോ, ഇതെന്താ കവിളിൽ ആരോ തല്ലിയ പോലെ ഉണ്ടല്ലോ, ശങ്കരൻ പറഞ്ഞു. അനന്തൻ അത് കേട്ട് ഭദ്രയെ നോക്കിക്കൊണ്ട് അവിടുന്ന് വേഗം എഴുന്നേറ്റു. ഭദ്ര കവിളിൽ കൈവച്ച് മറപിടിച്ചു. അനന്ത, നീ ഇത് കണ്ടോ? കുട്ടിയെ ആരോ തല്ലിയിരിക്കുന്നു. ആരോ അല്ല, ഞാനാ. കുട്ടികളെ പഠിപ്പിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ടീച്ചർമാർ, അല്ലാതെ കണ്ടവന്മാരോട് കിന്നിരിക്കാനല്ല. പറ്റില്ലെങ്കിൽ ഇട്ടേച്ച് പോവാൻ പറ ശങ്കരമാമേ. കുട്ടികളെ നോക്കുകയാണെങ്കിൽ മാത്രം അവിടെ പഠിപ്പിച്ചാൽ മതി. അനന്തൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. ഭദ്രയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ശങ്കരൻ ഞെട്ടലോടെയാണ് എല്ലാം കേട്ടത്. കാരണം അയാൾക്കറിയാം ഭദ്രന് അനന്തനെ എത്രത്തോളം ഇഷ്ടമാണെന്ന്. അയാൾ ഭദ്രയെ നോക്കി. എന്താ കുട്ടി, എന്താ ഉണ്ടായേ? ഞാൻ ദേവുമാഷിൻ്റെ അമ്മയുടെ അസുഖത്തെക്കുറിച്ച് ചോദിച്ചതാ അമ്മാവ. അതിനിടയ്ക്ക് കുട്ടികൾ ശ്രദ്ധിച്ചില്ല. അതെൻ്റെ തെറ്റാ. എനിക്കിനി സ്കൂളിൽ പോവണ്ട അമ്മാവ. ഭദ്ര ഏങ്ങി കരഞ്ഞു. അയ്യേ, അവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ലേ. അതിനൊക്കെ ഇങ്ങനെ കരയണോ? മോള് കരയാതിരിക്കും. ശങ്കരൻ അവളുടെ തോളിൽ തട്ടി. ഐസിയിൽ നിന്നും ഡോക്ടർ ഇറങ്ങി വന്നിരുന്നു. ഭദ്ര വേഗം അവിടേക്ക് ചെന്നു. ഡോക്ടർ, പേടിക്കണ്ട, ഫിക്സ് വന്നതാ. ഇപ്പോൾ കുഴപ്പമില്ല. മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? എനിക്കറിയില്ല ഡോക്ടർ. ഞാൻ ആ സ്കൂളിലെ ടീച്ചറാണ്. അപ്പോഴാണ് അനന്തൻ അങ്ങോട്ട് വന്നത്. അവൻ്റെ കൂടെ കുട്ടിയുടെ അച്ഛനുണ്ടായിരുന്നു. ഓ, അപ്പോൾ കുട്ടിയുടെ പേരൻസ് ആരുമില്ലേ? ഞാനാ ഡോക്ടർ. കുട്ടിയുടെ അച്ഛൻ വേഗം ഡോക്ടറുടെ അടുത്തേക്ക് ഓടി വന്നു. ഓ, പേടിക്കേണ്ട, കുഴപ്പമില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. സ്കൂളിൽ വരുമ്പോൾ ചെറുതായി പനിയുണ്ടായിരുന്നു. കുട്ടിയെ കയറി കണ്ടോളൂ. എന്തായാലും 2 ദിവസം കിടക്കട്ടെ, ഡോക്ടർ പറഞ്ഞതിന് അയാൾ തലയാട്ടി. ഭദ്രയ്ക്ക് അനന്തനും അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. കുട്ടിയുടെ അച്ഛൻ അനന്തൻ്റെ അടുത്തേക്ക് വന്നു. സാറേ, എൻ്റെ കയ്യിൽ ഇവിടെ ചികിത്സിക്കാനുള്ള പൈസ ഒന്നുമില്ല. കുട്ടികളുടെ ചികിത്സയ്ക്ക് ഇവിടെ പൈസ വാങ്ങാറില്ല. അനന്തൻ പറയുന്നത് കേട്ട് അയാൾ നന്ദിയോടെ ചിരിച്ചു. അനന്ത, ഞാൻ എന്തായാലും ഇവിടെ നിന്നോളാം. നീ കുട്ടിയെ കൊണ്ട് വിട്. നേരം ഇത്രയായില്ലേ, ശങ്കരൻ പറഞ്ഞു. അനന്തൻ അവളെ ഒന്ന് നോക്കി. ഭദ്ര അപ്പോഴാണ് സമയം നോക്കിയത്. 6 മണി കഴിഞ്ഞിരിക്കുന്നു. വേണ്ട, ഞാനൊരു ഓട്ടോ വിളിച്ച് പൊക്കോളാം. ഭദ്ര അതും പറഞ്ഞ് ശങ്കരൻ നോക്കി തലയാട്ടി വേഗം തിരിഞ്ഞു നടന്നു. അനന്തൻ അവൾ പോകുന്നു നോക്കി നിന്നു. ഇനി അനന്തനെ അഭിമുഖീകരിക്കാൻ തന്നെക്കൊണ്ട് പറ്റില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. തെറ്റ് ചെയ്ത കുറ്റവാളിയെപ്പോലെ അവൾ തലകുനിച്ച് പുറത്തേക്ക് നടന്നു. ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടിരുന്നു. ഹോൺ അടിക്കുന്നതും കേട്ടിരുന്നു. കരുതിക്കൂട്ടി തിരിഞ്ഞു നോക്കാത്തതാണ്. സ്കൂളിൽ നിന്ന് തന്നെയും അനന്തേട്ടനെയും ചേർത്തുള്ള സംസാരങ്ങൾ കുറച്ചായി കേൾക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല, പാർവതിയെ ഓർമ്മ വരുമ്പോൾ മനസ്സിനെ സ്വയം പഴിക്കും. അർഹതയില്ലാത്തതിന് പുറകെ വാശി പിടിച്ചലയുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്നു. ഭദ്ര പുറത്തെത്തിയതും അവൾക്ക് കിട്ടിയത് അഖിലിൻ്റെ ഓട്ടോ ആയിരുന്നു. ഭദ്രയെ കണ്ടതും ആൾ 36 പല്ലും കാണിച്ച് ചിരിച്ചു. ഭദ്ര ഓട്ടോയിലേക്ക് കയറിയതും പുള്ളി സംസാരത്തിന് തുടക്കമിട്ടു. ചേച്ചി ഇപ്പോൾ സത്യമേടെ അവിടെയാണല്ലേ? മേലിടത്തെ സ്കൂളിൽ ജോലി കിട്ടിയില്ലേ? വിഷ്ണു പറഞ്ഞു. ഭദ്ര ഒന്ന് മൂളി. നിനക്ക് ഓട്ടമൊക്കെ ഉണ്ടോ? എവിടുന്ന്? ഇപ്പോൾ എല്ലാവരും സ്വന്തമായി വണ്ടി എടുത്തില്ലേ? അല്ലറ ചില്ലറ പട്ടിണി പാവങ്ങൾ കയറും. അത് കാണുമ്പോൾ പൈസയും വാങ്ങാൻ തോന്നില്ല, അഖിൽ പറഞ്ഞു. എനിക്ക് രാവിലെ ഓട്ടമില്ലെങ്കിൽ എന്നെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കുമോ? വൈകിട്ട് തിരിച്ചും. ഓ, അതിനെന്താ? ഭദ്ര വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ സത്യോട് പറഞ്ഞു. സാരില്ല, ഇനി ഇങ്ങനെ ഉണ്ടാവരുതെന്നും അതിൻ്റെ പേരിൽ ജോലി കളയണ്ടെന്നും അവർ ഉപദേശിച്ചു. പിറ്റേന്ന് ഭദ്ര സ്കൂളിൽ പോവാൻ തയ്യാറായി. 9:15 ഇറങ്ങിയതും അഖിലിൻ്റെ ഓട്ടോ ഹാജരായിരുന്നു.
സ്കൂളിലെത്തിയതും ദേവമാഷിനെ കണ്ടു. മാഷ് അടുത്തേക്ക് ഓടി വന്നു. ടീച്ചർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഭദ്ര സംശയത്തോടെ തല വിലങ്ങനെയാട്ടി. അല്ല, അമ്മാതിരി തല്ലല്ലേ കിട്ടിയത്? ദേവമാഷ് ആക്കി പറഞ്ഞപ്പോൾ ഭദ്രയ്ക്കും ചിരി വന്നു. മാഷ് പാവാണ്. തളർന്നു കിടക്കുന്ന ഒരമ്മ മാത്രമാണ് മാഷിന്. ഭാര്യ അമ്മയെ നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മറ്റൊരാളുടെ ഒപ്പം ഇറങ്ങിപ്പോയി. മാഷ് അപ്പോൾ മുതൽ മൂകനാണ്. ആവശ്യത്തിന് മാത്രം സംസാരം. ഭദ്രയും എല്ലാം ചോദിച്ചറിഞ്ഞതാണ്. എന്തോ ഭദ്ര ചോദിച്ചപ്പോൾ മാഷിനും ഉള്ളിൽ തുറക്കാൻ തോന്നി. ദേവമാഷും ഭദ്രയും മറ്റുള്ളവരുടെ കുറ്റം പറയാനോ കേൾക്കാനോ താല്പര്യം കാണിച്ചില്ല. ഭദ്ര വൈകിട്ട് ഹോസ്പിറ്റലിൽ പോയി കുട്ടിയെ കണ്ടിട്ടാണ് തിരിച്ചു വന്നത്. വീട്ടിലെത്തുമ്പോൾ അവളെ കാത്ത് ശങ്കരൻ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് മോളെ? ഇന്നലെ കിട്ടിയ തല്ലിൻ്റെ കാര്യമാണെങ്കിൽ നല്ല ചെവിവേദനയുണ്ട്. പിന്നെ വാതുറക്കാൻ പറ്റുന്നില്ല. അതവൻ അപ്പോഴത്തെ ദേഷ്യത്തിന്. പിന്നെ ദേഷ്യം വന്നാൽ പെൺകുട്ടികളുടെ മെക്കിട്ട് കയറുക. അതൊക്കെ അവൻ്റെ കയ്യിൽ വെക്കാൻ പറ. നീ ഒന്നും മിണ്ടാതിരിക്കും സത്യെ. മോള് ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം പറയാനാ. എന്താ അമ്മാവ? ഭദ്ര മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. കൂടെ ശങ്കരനും. മോളൊരു സഹായം ചെയ്യൂ. എന്ത്? അത് പിന്നെ ജാനുവടുത്ത് ഇപ്പോൾ പണിക്ക് വരുന്നില്ല. ആൻ്റൻ അവരോട് വരണ്ടെന്ന് പറഞ്ഞിരിക്കുക. മോള് രാവിലെ നേരത്തെ വന്ന് പ്രാതലെന്തെങ്കിലും ഉണ്ടാക്കി വെക്കോ? സത്യയോട് പറഞ്ഞാൽ അവളെന്നെ കൊല്ലും. പുതിയ ഒരാളെ കിട്ടുന്നവരെ മതി. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. കൂടി വന്നാൽ ഒരാഴ്ച. ഭദ്രയ്ക്കൊന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി. കുറേ ഉപകാരങ്ങൾ ചെയ്തു തന്നതാണ്. പക്ഷെ അമ്മാവൻ ഇങ്ങോട്ടൊരു കാര്യം ആദ്യമായാണ് ആവശ്യപ്പെടുന്നത്. എന്തു പറയും? ആ കാലമാടൻ്റെ മുഖം ഓർക്കുമ്പോൾ പോകാനും തോന്നുന്നില്ല. ഭദ്ര മനസ്സിലാ മനസ്സോടെ തലയാട്ടി. ശങ്കരൻ സന്തോഷത്തോടെ ഉള്ളിലേക്ക് കയറി. ഭദ്ര പിറ്റേന്ന് നേരത്തെ തന്നെ എഴുന്നേറ്റു. 7 മണിയോടെ അവൾ മേലിടത്തേക്ക് ചെന്നു. അവൾ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറി. വൃത്തിയുള്ള വലിയ ഹാളാണ്. നാണിയമ്മ അവിടെ ചൂലും പിടിച്ച് ഭദ്രയെ നോക്കി നിൽപ്പുണ്ട്. ഭദ്ര ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അടുക്കളയിലേക്ക് കയറി. അവൾ മാവൊന്നും അവിടെ കണ്ടില്ല. റവ കുറിച്ചിരിപ്പുണ്ട്. ഭദ്ര വേഗം ഉള്ളിയും പച്ചമുളകും തക്കാളിയും ക്യാരറ്റും ചെറുതായി അരിഞ്ഞു ചേർത്ത് ഉപ്പുമാവ് ഉണ്ടാക്കി. ഒരു ചെറിയ സാമ്പാറും. അവൾ ഉണ്ടാക്കി തിരിഞ്ഞതും ശങ്കരൻ ഉള്ളിലേക്ക് വന്നു. എന്തായി? കഴിഞ്ഞോ? ഈ സത്യ അമ്മായും അനന്തേട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? അവൻ പഠിക്കുന്ന സമയത്ത് സത്യയുടെ അടുക്കള ഭാഗത്തുള്ള രാഗി മരത്തിൽ നിന്ന് കുറച്ച് പൂക്കൾ പൊട്ടിക്കാൻ കയറിയിരുന്നു. എന്നിട്ടെന്താ? ഇവൻ കൊമ്പൊടിഞ്ഞ് നിലത്തേക്ക് വീണു. സത്യ പണി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടത് ഇവൻ ഒരു കൊമ്പും പിടിച്ച് നിൽക്കുന്നതാ. പോരെ പൂരം. സത്യയ്ക്കാണെങ്കിൽ മക്കളെ പോലെ ഓരോ പൂവും ചെടിയും. സത്യ അവനെ കുറേ ചീത്ത പറഞ്ഞു. അനന്തരം അതിന് തിരിച്ചു നല്ല മറുപടി കൊടുത്തു. അതിനുശേഷം രണ്ടാളും മിണ്ടിയിട്ടില്ല. ഭദ്ര ചിരിച്ചു. ശങ്കരനും. മാമി കഴിക്കാൻ വാങ്ങിയോ? ആനന്ദൻ ഹാളിൽ നിന്ന് അലറുന്നുണ്ട്. ആ. ശങ്കരൻ വേഗം ഭദ്ര പകർത്തി വെച്ച ഉപ്പുമാവും സാമ്പാറും എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. ഭദ്രയുടെ ശരീരം പതിവിന് വിപരീതമായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ആനന്ദൻ പറയുന്നത് കേൾക്കാൻ കാതോർത്തു. ഉപ്പുമാവോ? ഇതെവിടുന്നാ? പുതിയ ആള് വന്നിരുന്നു. വെച്ചുണ്ടാക്കി തന്നിട്ട് പോയി. ആഹാ. അനന്തൻ വേഗം ഉപ്പുമാവ് പാത്രത്തിലേക്ക് വിളമ്പി വേഗം വായിലേക്ക് വെച്ചു. വെച്ച പോലെ തന്നെ അവൻ അത് പുറത്തേക്ക് തുപ്പി. ശങ്കരൻ ഞെട്ടി. ഭദ്രയും. എന്താ അനന്ത? മാമ ആരെയാ പിടിച്ച് വെക്കാൻ നിർത്തിയേ? ഇത് നായ് പോലും തിന്നില്ല. നാളെ അതിനോട് വരണ്ടെന്ന് പറഞ്ഞേക്ക്. ഭേദം ആ ജാനുമ്മ തന്നെയാ. എന്നാൽ താൻ പോയി അവരെ വിളിച്ച് വെപ്പിക്കടോ. എന്നോട് അമ്മാവൻ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി തന്നത്. പറ്റില്ലെങ്കിൽ താൻ കഴിക്കേണ്ട. അയാളും അയാളുടെ മറ്റവളുടെ അമ്മൂമ്മയും. ഭദ്ര അതും പറഞ്ഞ് ഇടുപ്പിൽ കുത്തിയ സാരി തലപ്പ് വലിച്ച് പുറത്തേക്ക് കാറ്റുപോലെ പാഞ്ഞു. ആനന്ദനാകെ കിളിപോയ പോലെ ഇരിപ്പുണ്ട്. ശങ്കരൻ വാതുറന്നു. ഈ ഭദ്രകാളിയാണോ മാമ വെക്കാൻ നിർത്തിയത്? ആനന്ദൻ അതിൽ നിന്നും മുക്തനാവാതെ പറഞ്ഞു. അങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിൽ ഒന്ന് ചേരുമെന്ന് കരുതി. ഒരു വാക്ക് പറയാമായിരുന്നു മാമി. ആനന്ദൻ പുഞ്ചിരിയോടെ ഉപ്പുമാവിലേക്ക് സാമ്പാർ ഒഴിച്ച് കൂട്ടിക്കഴിച്ച് വായിലേക്ക് വെച്ചു. നന്നായിട്ടില്ലെന്ന് പറഞ്ഞിട്ട്? ഉപ്പുമാവിൽ ഉപ്പില്ല മാമി. പിന്നെ സാമ്പാറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ട്. പിന്നെ അവളുണ്ടാക്കിയതല്ലേ. ആനന്ദൻ ഒരു പിടി കൂടെ വായിലേക്ക് വെച്ചു. ഒടുക്കത്തെ കുശുംബിയ. നീ പാടുപെടും. ശങ്കരൻ പറയുന്നത് കേട്ട് ആനന്ദൻ അടിച്ചുകൊണ്ട് കടിച്ചുകൊണ്ട് ചിരിച്ചു. ഭദ്ര പിറപിറക്കുന്നു കണ്ട് സത്യ നെറ്റി ചൊളിച്ചു. അല്ല പിന്നെ അയാളുടെ മറ്റവളുടെ അമ്മൂമ്മ വെച്ചാലേ അയാൾക്ക് തൊണ്ടയ്ക്ക് ഇറങ്ങുള്ളൂ. കലി അടങ്ങുന്നില്ലല്ലോ മഹാദേവ. ഭദ്ര ബാഗിലേക്ക് ചോറ് പാത്രം എടുത്തു വെച്ചു. പുറത്തേക്ക് ഇറങ്ങി. അഖിൽ ഹാജറാണ്. ഓട്ടോയിലേക്ക് കയറുന്നതിന് മുമ്പാണ് ശങ്കരൻ അവളെ വിളിച്ചത്. എന്താ അമ്മാവ? ഭദ്ര ശങ്കരൻ്റെ കയ്യിലെ പാത്രത്തിലേക്ക് നോക്കി. മോളിതൊന്ന് കഴിച്ചു നോക്കൂ. ഭദ്ര നോക്കിയപ്പോൾ ഉപ്പുമാവാണ്. ശങ്കരൻ്റെ മുഖം കണ്ടപ്പോൾ അവൾക്ക് കഴിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിരൽ കൂട്ടിപ്പിടിച്ച് അവൾ ഒരു പിടി വായിലേക്ക് ഇട്ടുവെച്ചതും അത് അങ്ങനെ തന്നെ പുറത്തേക്ക് തുപ്പി. ചമ്മിയ മുഖത്തോടെ ശങ്കരനെ നോക്കി. ശങ്കരൻ ചിരിച്ചുകൊണ്ട് മേലയിടത്തേക്ക് നോക്കുന്ന കണ്ട് അവളുടെ മിഴികളും അങ്ങോട്ട് പോയി.
ഗേറ്റ് ചാരി കൈകെട്ടി പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന അനന്തൻ. ഭദ്ര ഒന്നുകൂടെ ചമ്മി. അവൾ വേഗം ഓട്ടോയിലേക്ക് കയറി. ഓട്ടോ മേലെടുത്ത ഗേറ്റ് താണ്ടുമ്പോൾ അനന്തൻ തലതാഴ്ത്തി അവളെ നോക്കി പുഞ്ചിരിച്ചു. ഭദ്രയ്ക്ക് ആകെ നാണക്കേടായി. എന്തൊക്കെയോ അപ്പോൾ വിളിച്ചു പറഞ്ഞത്. സ്കൂളിൽ ചെന്നപ്പോൾ ദേവ് മാഷിനോട് അവൾ ഇതും പറഞ്ഞ് ചിരിച്ചു. അവളോട് കൂടി ചിരിച്ചെങ്കിലും ഭദ്ര കടന്നുപോയപ്പോൾ ആ ചിരി മാഞ്ഞിരുന്നു.